യിലെ മൂന്നിലൊന്ന് സുവിശേഷ ക്രൈസ്തവരും ശത്രുത അനുഭവിക്കുന്നതായി പഠനം. ലണ്ടൻ, ബ്രിട്ടനിലെ മൂന്നിൽ ഒരു സുവിശേഷ വിഹിത സഭക്കാരും തങ്ങളുടെ വിശ്വാസം നിമിത്തം ശത്രുത അനുഭവിക്കുന്നുണ്ടെന്ന് ഇവാഞ്ചലിക്കൽ അലയൻസ് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പുതിയ റിപ്പോർട്ട് പറയുന്നു. ആത്മവിശ്വാസമുള്ള വിശ്വാസം, മത്സരിച്ച സംസ്കാരം എന്ന തലക്കെട്ടിലുള്ള പഠന റിപ്പോർട്ടിൽ ഏകദേശം 35% പേർ പ്രധാനമായും കുറ്റകൃത്യങ്ങളല്ലാത്ത ശത്രുതവാക്കാലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ നെഗറ്റീവ് അനുമാനങ്ങൾ പോലുള്ളവ റിപ്പോർട്ട് ചെയ്തപ്പോൾ 5%-ൽ താഴെ പേർ മാത്രമാണ് വിദ്വേഷ കുറ്റകൃത്യങ്ങൾ നേരിട്ടതെന്ന് പറഞ്ഞത്. ഇതൊക്കെയാണെങ്കിലും മിക്ക സുവിശേഷകരും പറയുന്നത് തങ്ങൾക്ക് അവരുടെ വിശ്വാസം ആചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു. 88%-ലധികം പേർക്കും സൗകര്യമായി ആരാധന നടത്താനും വിശ്വാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാനും കഴിയുന്നുവെന്ന് പറയുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ 5 വർഷമായി തങ്ങളുടെ വിശ്വാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറിയെന്ന് ഏകദേശം പകുതി പേർ 48% പറഞ്ഞു. യിലെ മൂന്നിലൊന്ന് സുവിശേഷ ക്രൈസ്തവരും ശത്രുത അനുഭവിക്കുന്നതായി പഠനം. ലണ്ടൻ, ബ്രിട്ടനിലെ മൂന്നിൽ ഒരു സുവിശേഷ വിഹിത സഭക്കാരും തങ്ങളുടെ വിശ്വാസം നിമിത്തം ശത്രുത അനുഭവിക്കുന്നുണ്ടെന്ന് ഇവാഞ്ചലിക്കൽ അലയൻസ് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പുതിയ റിപ്പോർട്ട് പറയുന്നു. ആത്മവിശ്വാസമുള്ള വിശ്വാസം, മത്സരിച്ച സംസ്കാരം എന്ന തലക്കെട്ടിലുള്ള പഠന റിപ്പോർട്ടിൽ ഏകദേശം 35% പേർ പ്രധാനമായും കുറ്റകൃത്യങ്ങളല്ലാത്ത ശത്രുതവാക്കാലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ നെഗറ്റീവ് അനുമാനങ്ങൾ പോലുള്ളവ റിപ്പോർട്ട് ചെയ്തപ്പോൾ 5%-ൽ താഴെ പേർ മാത്രമാണ് വിദ്വേഷ കുറ്റകൃത്യങ്ങൾ നേരിട്ടതെന്ന് പറഞ്ഞത്. ഇതൊക്കെയാണെങ്കിലും മിക്ക സുവിശേഷകരും പറയുന്നത് തങ്ങൾക്ക് അവരുടെ വിശ്വാസം ആചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു. 88%-ലധികം പേർക്കും സൗകര്യമായി ആരാധന നടത്താനും വിശ്വാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാനും കഴിയുന്നുവെന്ന് പറയുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ 5 വർഷമായി തങ്ങളുടെ വിശ്വാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറിയെന്ന് ഏകദേശം പകുതി പേർ 48% പറഞ്ഞു.